ഒരു താമരക്കുളവും പൂർണ്ണചന്ദ്രനും തമ്മിൽ അഗാധമായ പ്രണയത്തിലായിരുന്നു. എന്നാൽ സൂര്യനും നക്ഷത്രങ്ങളും കാറ്റും മഴയും എന്തിന് അവളോട് ചേർന്നിരുന്ന ചെറിയ പുൽനാമ്പുകൾ പോലും ആ പ്രണയത്തെ എതിർത്തു. കാതങ്ങളുടെ ദൂരമുള്ള അവർ തമ്മിൽ ഒരിക്കലും ഒരുമിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു യാത്രയുടെ യാമത്തിൽ ചിറകുകൾ വിരിച്ചു നടന്ന ചിത്രശലഭത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. കുളത്തിന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന പൂർണ്ണചന്ദ്രനെയാണ് അവൾ കണ്ടത്. കാതങ്ങളുടെ ദൂരങ്ങളെക്കാൾ ഒരുപാട് വലുതായിരുന്നു അവർ തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴം. പക്ഷേ നേരം പുലർന്നു, സൂര്യൻ ഉദിച്ചു, കുളത്തിൽ ഇലകൾ നിറഞ്ഞു, താമര വിരിഞ്ഞു. പൂർണ്ണചന്ദ്രൻ അവൻ്റെ ആത്മാവിൽ ഇങ്ങനെ എഴുതി: അവികലയാണ് നീ, അതീവ സുന്ദരിയാണ് നീ. പക്ഷേ അവൾ അത് കണ്ടതുമില്ല, പിന്നീട് ഒരിക്കലും അവനെ കേട്ടതുമില്ല. പ്രിയപ്പെട്ടവളെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ആയിരങ്ങൾ കാണിക്കെ താലി കെട്ടുക അതൊരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഒരുമിക്കാൻ പറ്റാതെ പോയവരുടെ ആത്മാവിൻ്റെ സംഗീതമല്ലേ പ്രണയം. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നില്ല എന്നുള്ളത് ഒരു വേദന തന്നെയാണ്. എന്നുമുണ്ടായിരുന്ന വിളികളില്ല, സ്നേഹത്തോടെയുള്ള ചാറ്റുകളില്ല. പിന്നീട് നമ്മൾ അവളെ കാണുന്നത് അവരുടെ സ്റ്റാറ്റസിലും സ്റ്റോറികളിലും മാത്രമായിരിക്കും. ഒരുമിച്ച് സ്വപ്നം കണ്ടിരുന്ന രാത്രി നീ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാണെന്നറിയാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ചന്ദ്രന് നക്ഷത്രങ്ങളെ കിട്ടിയില്ലേ, കുളത്തിന് ഒരു താമരനെയും കിട്ടി. സോ യു ഷുഡ് മൂവ് ഓൺ. ഒന്ന് പുറത്തിറങ്ങി എല്ലാവരെയും ഒന്ന് കണ്ട് ഒരു ചായ കുടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വാ.